നിങ്ങൾ പറുദീസയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? 1000 കിളികളുടെ അകമ്പടിയോടെ തണുത്ത കാറ്റേറ്റ് പുൽനാമ്പുകളിലെ മഞ്ഞുകണങ്ങളെ തട്ടിയകറ്റി ഇവിടേക്ക് വരൂ, പോളച്ചിറയിലേക്ക്, പ്രകൃതി ഇനിയും അവശേഷിപ്പിച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക്. തിരുവനന്തപുരത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും സമാഗമ സ്ഥലത്ത് കൊല്ലം ജില്ലയിലാണ് പോളച്ചിറ. അധികം മനുഷ്യർ വരാത്ത ഇടം, ആയിരക്കണക്കിന് വിദേശ പക്ഷികൾ വിരുന്നു വരുന്ന ഇടം. പാരിപ്പള്ളി പരവൂർ റോഡിലൂടെയോ ചാത്തന്നൂർ വഴിയോ ഇവിടെ വന്നു ചേരാം. കണ്ടാൽ കായലെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഇത് പാടമാണ്, പുഞ്ചപ്പാടം. വരാലും ബ്ലാങ്കും കുറുവയും ഒക്കെയുള്ള നാടൻ മീനുകളുടെ ആവാസവ്യൂഹം. കായൽപ്പരപ്പ് പോലെ, ഒരുപക്ഷെ അതിനേക്കാൾ വിസ്തൃതിയിൽ നീലിമയാർന്ന ജലപ്പരപ്പും അതിൽ നീന്തിത്തുടിക്കുന്ന അരയന്ന സമാനമായ ദേശാടന പക്ഷികൾ നിങ്ങളിലെ കവിയെ ഉണർത്തിയേക്കും. ആയിരത്തി 600 ഏക്കറിൽ പരം വിസ്തീർണമുണ്ട് ഈ പാടശേഖരം. പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളുടേതാണ് പോളച്ചിറ. ജലം നിറഞ്ഞു കിടക്കുന്നതിനാൽ സാധാരണ നിലയിൽ ഇവിടെ കൃഷി അസാധ്യമാണ്. 4 വർഷങ്ങൾക്കിപ്പുറം ഈ വർഷം ഇവിടെ കൃഷിയുണ്ട്. ഒരു കൃഷിയെ ചെയ്യാൻ പറ്റും. മഴയായി കഴിഞ്ഞാൽ പറ്റില്ല. മഴയാകുമ്പം അതുകൊണ്ട് കല്ലുവാക്ക് പാരിപ്പള്ളി അവിടെയൊക്കെ ഉള്ള വെള്ളമെല്ലാം ഇതിന് കോളലല്ലേ വരുന്നത്. ഇവിടെ എല്ലാം കൃഷിയാവും. ഇനിയിപ്പം ഈ വർഷം പറ്റിപ്പുണ്ടെന്ന് പറയുന്നു. ഇത് മൊത്തം പറ്റിക്കും. 3 വർഷം കൊണ്ട് ഇവിടെ കൃഷിയില്ല. 3-5 വർഷം കൊണ്ട് കൃഷിയില്ലാതെ ഇടയ്ക്ക്. ഇവിടെ കൃഷി ചെയ്യുന്നത് തുലാവർഷം കഴിഞ്ഞ് മഴ പൂർണ്ണമായും ഒഴിഞ്ഞ് മഞ്ഞുകാലത്തിൻ്റെ ആരംഭത്തിലാണ്. അതിനായി ഈ വെള്ളമത്രയും പമ്പ് ചെയ്ത് ഇത്തിക്കരയാറ്റിലേക്ക് ഒഴുക്കിക്കളയുന്നു. അപ്പോൾ ഈ മാസം അവസാനമാകുമ്പം, വൃശ്ചമാസം അവസാനമാകുമ്പം വെള്ളം പറ്റി തുടങ്ങും. അപ്പോൾ ഈ കൊല്ലം തുടങ്ങിയ മൊത്തം വെള്ളം വറ്റിക്കുമ്പം ഇവിടെ കൃഷിയാണ് മൊത്തം. അതിനുശേഷം കൃഷി ഇറക്കുന്നു. വെള്ളം വറ്റിക്കുന്ന സമയത്ത് പിടിക്കപ്പെടുന്ന നാടൻ ശുദ്ധജല മത്സ്യങ്ങളെ ലേലം ചെയ്ത് വിൽക്കുന്നു. മീനുണ്ട്. മീന് ഇനിയിപ്പോൾ ലേലം ചെയ്യാതെ പഞ്ചായത്ത് ലേലം ചെയ്യും. പഞ്ചായത്താണ് വെള്ളം വറ്റിക്കുന്നത്. മീന് ചേറുമീനുണ്ട്, പിന്നെ സിലോഫിയുണ്ട്, പിന്നെ അതുപോലെയുള്ള ചള്ള, കരിമീൻ, എല്ലാ സൈസും മീനുണ്ട്. ആറ്റുമീൻ എല്ലാ സൈസും ഉണ്ട്. സൈബീരിയൻ കൊക്കുകൾ ഉൾപ്പെടെ നിരവധി ദേശാടന പക്ഷികൾ ഇവിടെ വിരുന്നെത്തുന്നു. ശൈത്യരാജ്യങ്ങളിൽ നിന്ന് മഞ്ഞുകാലത്തിന് മുൻപേ അവ ദേശാടനം ആരംഭിച്ചിട്ടുണ്ടാകണം. 10,000-കണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ട് ഇവിടെയെത്തി ഈ ജലഭൂമിയിൽ നീന്തിത്തുടിച്ച് പ്രണയിച്ച് പ്രജനനം നടത്തി മാർച്ച് മാസത്തോടെ തിരികെ പറക്കുന്നു. ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പഠനത്തിൽ ഇവിടെ 150 ഇനത്തിൽ പരം പക്ഷികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു സീസണിൽ 26,000-ൽ കൂടുതൽ പക്ഷികൾ ഇവിടെ വിരുന്നെത്താറുണ്ടത്രേ. തട്ടേക്കാടിനെ പോലെ ഇവിടെയും നിരവധി പക്ഷി നിരീക്ഷകർ എത്തുന്നുണ്ട്. വിദേശ പക്ഷികൾക്കൊപ്പം നമ്മുടെ കാക്കയും ഉപ്പനും വിവിധ തരം കുരുവികളും കാക്കത്തമ്പുരാട്ടിയും മൈനയും കുളക്കോഴിയും എല്ലാം ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു.
ശരിക്കും ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. പോളച്ചിറ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കാണാനായിട്ട് ആളുകൾ നേരത്തെ ഈ ദേശാടന പക്ഷികളൊക്കെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ വരുമായിരുന്നു. ഇവിടം ഇതുവരെയും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടില്ല. അതിനാൽ തന്നെ പ്രാദേശിക മദ്യപന്മാരുടെ വലിച്ചെറിയലുകൾ മാത്രമേ ഇവിടെ മാലിന്യമായിട്ടുള്ളൂ. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായാൽ പൊളിയായ മലയാളി ഇവിടം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് മൂടും. അതിനാൽ തന്നെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. വരും തലമുറയ്ക്ക് നമുക്ക് ഒരല്പം ജലം കരുതി വയ്ക്കണ്ടേ? ഭൂഗർഭത്തിലേക്ക് ജലം നനുത്തിറങ്ങാൻ പോളച്ചിറ പോലെയുള്ള സ്വാഭാവിക തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടണം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ തരം നാടൻ ശുദ്ധജല മത്സ്യങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് പോളച്ചിറ. മനുഷ്യനായി ഒരു ഭൂമിയില്ല. പക്ഷികൾക്കും മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ഇവിടെ തുല്യ അവകാശമുണ്ട്. അവസാന ജീവിയായി ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മാഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് ഈ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാം.